24 കണക്റ്റും കണ്ണൂർ നിർമ്മലഗിരി കോളേജും സംയുക്തമായി വനിതാ സ്വയം പ്രതിരോധ പരിശീലനവും ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടിയിൽ PN മനോജ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മടം എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഭയത്തെയും ലഹരിയെയും ചെറുത്തു തോൽപ്പിക്കുന്ന പുതുതലമുറയെ വളർത്തിയെടുക്കുകയാണ് 24. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന കാലത്ത് സ്വയം പ്രതിരോധ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥിനികൾക്ക് മാനസിക ധൈര്യം നൽകുകയെന്നതാണ് പ്രധാന ലക്ഷ്യം. കണ്ണൂർ നിർമ്മലഗിരി കോളേജിലാണ് 24 കണക്ട് വനിതാ സ്വയം പ്രതിരോധ പരിശീലനവും ലഹരിവിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ 24 ചീഫ് റിപ്പോർട്ടർ സജോ ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ബീവറേജിന്റെ മുന്നിലെ ക്യൂവോ ബാറിന്റെ മുൻപിലോ തിരക്കോ മാത്രമാണ് നമ്മുടെ സമൂഹത്തിലെ ലഹരി ഉപയോഗത്തിന്റെ അടിസ്ഥാനം തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. അങ്ങനെയല്ല, അതിനും അപ്പുറത്തേക്ക് അതീവ ഗൗരവമുള്ള പ്രശ്നമാണ്. സാമ്പത്തികമായും സാമൂഹികമായും പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിനെ ആയിരിക്കും അതിൽ ലക്ഷ്യം വെക്കുക എന്നുള്ളത് ഉറപ്പാണ്. മയക്കുമരുന്നുകൾ മനുഷ്യ മനസ്സിനെ തകർക്കുന്ന അപകടകാരിയെന്ന് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മടം. ഡി അഡിക്ഷൻ സെന്ററിലോ ജയിലറുകളിലോ എത്തപ്പെടേണ്ടവരെല്ലാം നമ്മളാരും ഈ നാടിനെ നാളെ നയിക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിന്റെ അഗാധമായ ആഴങ്ങളിൽ ആഴ്ന്നിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണം. വനിതാ സ്വയം പ്രതിരോധ പരിശീലനത്തിന് 24 റിപ്പോർട്ടർ അരുൺ പാറയ്ക്കൽ തുടക്കം കുറിച്ചു. കരാട്ടെ പരിശീലകൻ കോശി PN മനോജ് വിദ്യാർത്ഥിനികളെ സ്വയം പ്രതിരോധ മാർഗങ്ങൾ പരിശീലിപ്പിച്ചു. ഇത്തരം പരിശീലന ക്ലാസുകൾ ഓരോ പെൺകുട്ടിക്കും അത്യാവശ്യമെന്ന് വിദ്യാർത്ഥിനികൾ. ഇപ്പോൾ ഒരു അറ്റാക്ക് വന്നാൽ എങ്ങനെ അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാമെന്ന് പഠിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻ്റ് ആവും. ഞാനിത് പഠിച്ചു, ഇനി എനിക്കൊരു കാര്യം വന്നു കഴിയുമ്പോൾ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഇനി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വരും. പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ പഠിക്കുക. അപ്പം നമ്മൾ മെൻ്റലി സ്ട്രോങ് ആവണം. അപ്പം ഫിസിക്കലി നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഏബിൾ ആകും. ഒരു സെമിനാറിൻ്റെ അപ്പുറം ഒരു പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടാനെന്ന് കാണിച്ചു തന്ന ഒരു ക്ലാസ് തന്നെയായിരുന്നു. 24 കണക്റ്റിന് നന്ദിയെന്ന് വിമൻ സെൽ കൺവീനർ ഡോക്ടർ സിസ്റ്റർ സാജ്മോൾ ജോസഫ്. ഇന്നത്തെ ലോകത്തിൽ ജീവിക്കാൻ തന്നെ വളരെ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരമുള്ള ടെക്നിക്കുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്വയം അവരെ തന്നെ ഒന്ന് ആത്മവിശ്വാസത്തോടെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിരോധിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം. കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. 24 കണ്ണൂർ.